നമുക്ക് കേരളത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 90 മുതൽ 95 ദശലക്ഷം യൂണിറ്റ് കരണ്ട് ഒരു ദിവസം വേണം. ഇതിന്റെ 30% കരണ്ട് മാത്രമേ നാം ഇന്ന് ഉത്പാദിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ 30% ഉത്പാദിക്കപ്പെടുന്നുള്ളൂ. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണത് അല്ലെ? നമുക്ക് സോളാർ ഉണ്ട്, പള്ളിവാസൽ, അങ്ങനെ പല സ്ഥലത്തു നിന്നുമായി നമുക്ക് 30% വൈദ്യുതി ലഭിക്കുന്നുള്ളൂ. ബാക്കി വൈദ്യുതി നമ്മൾ കേന്ദ്രങ്ങളിൽ നിന്നൊരു വലിയ വിലകൊടുത്താണ് വാങ്ങുന്നത്. ഇതുമൂലം നമ്മുടെ വൈദ്യുതി ബോർഡ് വളരെയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അപ്പൊ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ താപനിലയം വഴി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ കൽക്കരി, നാഫ്ത, അസംസ്കൃത എണ്ണ ഇവ ഉപയോഗിച്ചാണ് താപവൈദ്യുത നിലയങ്ങൾ വഴി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. നമുക്കറിയാം കാർബൺ കത്തുമ്പോൾ, അതായത് കൽക്കരി കത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ പെരുകി നമുക്ക് ചൂട് കൂടി നമ്മൾ ആഗോളതാപനം എന്ന ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുകയാണ്. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രകൃതിയെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പുതുക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്, അഥവാ നമുക്കറിയാം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ ഉപയോഗിക്കുക. അത് ഒരിക്കലും തീർന്നു പോകാത്ത അക്ഷയ ഊർജ്ജമാണ് സൂര്യൻ. സൂര്യന്റെ ഊർജ്ജം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇലക്ട്രിക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സോളാർ വെച്ച് ഉപയോഗിക്കുന്ന നമ്മുടെ വൈദ്യുത ഉപകരണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രകൃതിയിൽ മരണപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു യൂണിറ്റ് കരണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം 1 കിലോ കാർബൺ ഡയോക്സൈഡാണ് പുറത്തേക്ക് പോകുന്നത്. ഈ പുറത്തേക്ക് പോകുന്ന കാർബൺ ഡയോക്സൈഡാണ് നമ്മുടെ പ്രകൃതിയെ ദോഷമാക്കുകയും ആഗോളതാപനത്തെ വഴിതെളിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, കഴിയുന്നതും നമ്മൾ സോളാർ, അതായത് നമ്മൾ പുതുക്കപ്പെട്ട നൂതന ടെക്നോളജി ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ ആഗോളതാപനം നമുക്ക് കുറച്ചുകൂടി നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഓരോ തീരുമാനങ്ങൾ എടുക്കണം. ഇനി മുതൽ നമ്മൾ ആവശ്യമില്ലാതെ, അതായത് എന്നും 6 മുതൽ വൈകിട്ട് 10 വരെ പീക്ക് അവറാണ്. ഈ പീക്ക് അവറിന്റെ സമയത്ത് വൈദ്യുത ഉപകരണങ്ങൾ പവർ കൂടി, അതായത് പവർ കൂടി വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ചെലവാകുന്നു. അതുകൊണ്ട് നമ്മുടെ ട്രാൻസ്ഫോർമർ, ഇലക്ട്രിസിറ്റി ബോർഡ് അതിനൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് അവർ പോകുന്നത്. 6 മുതൽ 10 വരെ നമ്മുടെ പവർ കൂടിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്യാൻ ദയവായി നിന്ന് ഓരോരുത്തരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ കേരള സ്റ്റേറ്റ് എനർജി മാനേജ്മെന്റ് സെന്റർ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഒരു റിസോഴ്സ് പേഴ്സണാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ കേരളത്തിലുടനീളം സഞ്ചരിച്ച് എങ്ങനെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാം എന്നുള്ള ഒരു ആശയമായാണ് ഞാൻ ഈ ക്ലാസ്സുകൾ നയിച്ചു വരുന്നത്. കേരളം മൊത്തമായി ഏകദേശം 1 ലക്ഷം പേർക്കോളം ഈ ക്ലാസ്സുകൾ കൊടുത്തു വരുന്നു. ഇതിന് പലതിനെങ്കിലും എത്തുമ്പോൾ നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് നമ്മൾ പുതുക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്, അതായത് സോളാറിലേക്ക് നമ്മൾ തിരിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. എനർജി മാനേജ്മെന്റിനെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്താനും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുവാനും കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും കുട്ടികൾ മുതൽ വനിതകൾക്കിടയിലും എല്ലാം ഈ ഊർജത്തിന്റെ ഉപയോഗം കുറച്ച് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന 90 മുതൽ 95 ദശലക്ഷം യൂണിറ്റിൽ നമുക്ക് ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ അത് 100 യൂണിറ്റിൽ കൂടുതലായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം പണ്ടൊരു ആനന്ദ വസ്തുവായിരുന്നു എയർ കണ്ടീഷൻ. ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യ വസ്തുവായി തീർന്നിരിക്കുകയാണ് AC. കഴിയുന്നതും നമ്മുടെ 6 മുതൽ 10 വരെ ഇങ്ങനെ പവർ കൂടിയ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്ത് നാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണമെന്നും നമ്മൾ എന്തിനാണ് അത് കുറയ്ക്കുന്നത്? നമ്മുടെ വരും തലമുറയെ നമുക്ക് കാത്തു സൂക്ഷിക്കണം. നാം ഇന്ന് ഉപയോഗിക്കുന്ന ഈ എനർജി ഇത് വരും തലമുറക്കൂടെ കുറിച്ച് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കഴിഞ്ഞ തലമുറ ഇത് സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തലമുറ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മൾ കുറച്ച് കരുതി വെച്ചാൽ നമ്മുടെ വരും തലമുറക്കൂടെ ഈ ഊർജ്ജം ഉപയോഗിക്കാം. അതുകൊണ്ട് നാം ഇന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതി, ഇന്ന് ഉപയോഗിക്കുന്ന എനർജി നമുക്ക് തുടർന്ന് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്.
അതുകൊണ്ട് നാം ഇത് വളരെ ശ്രദ്ധിക്കണം. നിസ്സാരം നമുക്കറിയാം, ഒരു TV കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ TV നമ്മൾ വെറും റിമോട്ടിൽ ഓഫ് ചെയ്ത് പോയി അതിന്റെ ഇൻഡിക്കേറ്റർ കത്തിക്കിടന്നാൽ 8 വയസ്സുകാരനാണ് നഷ്ടപ്പെടുന്നത്. നമ്മളിങ്ങനെ ഓരോ ഉപകരണങ്ങളും സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിലെ നമുക്കൊരു 2000 അല്ല 3000 കമ്പനിയിലാകുന്നത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ 1000 രൂപയല്ല അത് കുറച്ചായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോളാർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കറണ്ട് ബില്ല് 0 ആക്കാൻ പറ്റും. അതായത് എത്ര വലിയ കറണ്ട് ബില്ലാണെങ്കിലും 3000 അത് കൂടുതൽ കറണ്ട് ബില്ലാണെങ്കിലും 0 ആയി കുറയ്ക്കാൻ നമുക്ക് സോളാറിന്റെ ഈ സോളാർ വെച്ച് നമുക്ക് നല്ല ചൂട് കിട്ടുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ കേരളത്തിന് തെക്കൻശേരുവാണ്. ആ പ്രകാശം കിട്ടുന്ന രീതിയിൽ സോളാറിനും ഫിറ്റ് ചെയ്ത് സോളാറിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിയുന്നത് നമ്മൾ തെർമൽ സ്റ്റേഷൻ വഴിയുള്ള വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്യുന്നു.